വ്യക്തമായിട്ടുള്ള തെളിവ് സഹിതം പ്രൂഫ് സഹിതമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ലെങ്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു പരിഹാര മാർഗം കൂടി ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വിഷയത്തേക്ക് വരാം. നമ്മളെല്ലാവരും നമ്മുടെ പൂജാ റൂമിൽ നല്ല നല്ല വിഗ്രഹങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഈ ശത്രുദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള ഈ പൂജാ വിഗ്രഹം തന്നെ നമുക്ക് പ്രതികൂലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പ്രശ്നത്തിനൊക്കെ പോയിട്ട് നമ്മൾ എന്താ പറയുക, ഈ ജ്യോത്സ്യന്മാരായിട്ടുള്ള സാധാരണ രീതിയിലുള്ള രാശി പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ട് നമ്മൾ എങ്ങനെയുണ്ട് നമ്മുടെ സമയം, അതുപോലെ എന്താണ് നമുക്ക് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ ചിന്തിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ജ്യോത്സ്യൻ കവടി നിർത്തിയിട്ട് നിങ്ങളോട് പറയും, നിങ്ങളുടെ പൂജാ റൂമിൽ നിങ്ങൾ കർമ്മങ്ങളൊന്നും ക്രിയാകർമ്മങ്ങളൊന്നും ശരിയായിട്ട് ചെയ്യണില്ലല്ലോ, ഭക്തി ജപമൊന്നും ഒന്നുമില്ല. അപ്പം നമ്മൾ പറയും, വിളക്കൊക്കെ വെക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കണമൊക്കെ ഉണ്ട്, ശരി, ഈശ്വരാനുഗ്രഹം ഇല്ലാത്ത പ്രശ്നമാണ് കിട്ടിയേക്കണമെന്ന് പറയും. രാശി പ്രശ്നം നോക്കുമ്പോൾ നിങ്ങളുടെ പൂജാ റൂമിൽ നടത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോരാന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ജ്യോത്സ്യൻ നിങ്ങൾക്ക് കുറിപ്പടി തരും. ചില ക്ഷേത്രങ്ങളിലേക്കുള്ള മഹാക്ഷേത്രങ്ങളിലേക്കുള്ള ദർശനങ്ങളും അതാത് ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളൊക്കെ ചെയ്യും. പിന്നെ ചിലവർ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് നിങ്ങളുടെ ദോഷങ്ങൾ ഒഴിവാക്കാമെന്നും പറയും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഈ ദോഷങ്ങളൊക്കെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഇതിനെ ഒരു ശാന്തി ലഭിക്കണില്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നടന്നു പോകാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതല്ലാതെ ഒരു ഉയർച്ച കിട്ടണില്ല. നമ്മുടെ സ്രോതസ്സുകൾ നിൽക്കുക, നമ്മുടെ എന്താ പറയുക ധനസ്രോതസ്സുകളായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വലിയ വലിയ തടസ്സങ്ങൾ വരിക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ പൂജാ റൂമിൽ വെച്ചിട്ടുള്ള ഒരു വിഗ്രഹം തന്നെ ഇതിനെ ഒരു കാരണമായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പം കൊണ്ട് സാധിക്കില്ല. അഷ്ടമംഗല പ്രശ്നം എന്നുള്ള തുടങ്ങിയിട്ടുള്ള രീതികളിലൊക്കെ വലിയ രീതിയിലൊക്കെ പോകേണ്ടി വരും. അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ അതിൻ്റെ ചെലവുകൾ ഉണ്ടായിരിക്കും. പിന്നെ വലിയ വലിയ ജ്യോത്സ്യന്മാർ രണ്ട് നല്ല പ്രശസ്ത വ്യക്തികളായിട്ടുള്ള വലിയ വലിയ ജ്യോത്സ്യന്മാർ വന്നാലേ ഇതിൻ്റെ തർക്ക വിഷയങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുള്ളൂ. അതല്ലാതെ ഒരു ജ്യോത്സ്യം കൊണ്ടുവരുന്ന മറ്റു ജ്യോത്സ്യന്മാരും നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ജ്യോത്സ്യനൊക്കെ ആണെങ്കിൽ അറിവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തർക്ക വിഷയങ്ങളൊക്കെ വന്നില്ലെങ്കിൽ ഇതിൻ്റെ ശരിയായിട്ടുള്ള കാരണം കണ്ടെത്തുക എന്നുള്ളതും അസാധ്യമായിട്ടുള്ളൊരു ഘടകമായി മാറും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ താമ്പൂല പ്രശ്നം അതുപോലെ അഷ്ടമംഗല പ്രശ്നം വെച്ചിട്ട് തർക്ക വിഷയങ്ങളില്ലാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ചിലവ് കൂടുതലുള്ള കാര്യവും അതുപോലെ തന്നെ എളുപ്പം കൊണ്ട് നടക്കാത്ത കാര്യം ആയതുകൊണ്ട് ഇതിനൊന്നും ആരും മെനക്കെടില്ല, പിന്നെയും കഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിന് നിങ്ങളുടെ പൂജാ റൂമിലിരിക്കുന്ന ഒരു വിഗ്രഹം തന്നെ കാരണമാവുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിവരണവും അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള തെളിവാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്നെ ഒരു 2-3 മാസം മുന്നേ ഒരു നല്ലൊരു വ്യക്തി, അതായത് സമൂഹത്തിൽ അത്യാവശ്യം സ്ഥാനമാനങ്ങളുള്ള ഒരു വ്യക്തി, അതുപോലെ തന്നെ നല്ല ദാനധർമ്മ കാര്യങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അയാളുടെ സമ്പാദ്യത്തിൽ നിന്ന് അയാളുടെ ജീവിതം മാത്രം കൊണ്ടുപോകുന്ന ഒരാളല്ല. അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ നിന്ന് വരുന്ന വരുമാനങ്ങൾ മുഴുവൻ ഇതുപോലുള്ള സാമൂഹികമായിട്ടുള്ള പ്രവർത്തികൾക്ക് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല വ്യക്തി എന്നെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ തടസ്സത്തിലാണ്. ഇത് നോക്കാൻ വേണ്ടിയിട്ട് 2-3 മാസം മുന്നേ എന്നെ പരിചയപ്പെട്ടു. അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മൾ മഹാക്ഷേത്രങ്ങളിലേക്കുള്ള വഴിപാടുകളൊക്കെ എഴുതി കൊടുത്തു. ആള് മുടക്കി വെച്ചിട്ടുള്ളതായിട്ടുള്ള ചില കർമ്മങ്ങൾ അതുപോലെ ഈശ്വരാനുഗ്രഹത്തിൻ്റെ കുറവ് ധാരാളമായിട്ട് കണ്ടതുകൊണ്ട്, വൈഷ്ണവ ചൈതന്യത്തിൻ്റെ കോപങ്ങളുള്ളത് കണ്ടതുകൊണ്ട്, അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള വഴിപാടുകളും മുടക്കി വെച്ച വഴിപാടുകളൊക്കെ തീർത്തു. അങ്ങനെ കുറച്ചൊരു ശാന്തി വന്നു. പിന്നെ മാത്രമല്ല നമ്മൾ ചെറിയതായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നമുക്ക് പറ്റുന്ന ഏറ്റവും ചെറിയതായിട്ടുള്ള ഒരു രീതിയിൽ ഒരു പരിഹാര കർമ്മം നിർദ്ദേശിച്ച് അതിൻ്റെ തടസ്സങ്ങൾ മാറ്റുന്നതായിട്ടുള്ള കർമ്മങ്ങൾ ശൈവ വൈഷ്ണവ ശക്തിയായിട്ട് ആവാഹിച്ചിട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തൃപ്തിപ്പെടുത്തി ഒഴിവാക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ഞാൻ ഏറ്റെടുത്തു. അതിനുശേഷം ശിവപരമായിട്ടുള്ള ദോഷങ്ങൾ പരിപൂർണമായിട്ട് പെട്ടെന്ന് തന്നെ ഒഴിവായി. അതുപോലെ തന്നെ ദേവി ചൈതന്യപരമായിട്ടുള്ള ദോഷങ്ങൾ പരിപൂർണമായിട്ട് പെട്ടെന്ന് ഒഴിവായി. പക്ഷേ വൈഷ്ണവ ചൈതന്യം ആവാഹിച്ചിട്ട് മന്ത്രപ്രയോഗം ചെയ്തിട്ട് മന്ത്രപ്രയോഗത്തിനേക്കാളും ബലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കണം. നമുക്ക് അതിന് തടസ്സം എന്താണെന്ന് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റണില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇതിന് വേണ്ടതായിട്ടുള്ള ക്ഷേത്രങ്ങളിലേക്കുള്ള വഴിപാടുകളും മറ്റുള്ള കാര്യങ്ങളും ചെയ്ത് അതിനെ ശാന്തിപ്പെടുത്തി നിർത്തി ജപകാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അതിന് കൃത്യമായിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളൊക്കെ തെറ്റുകൂടാൻ്റെ കൃത്യമായിട്ട് ചെയ്യാനൊക്കെ സജഷനുകൾ കൊടുത്തു. അങ്ങനെ ചെയ്ത് ആള് മുന്നോട്ട് നീങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ യഥാർത്ഥ കാരണമായിട്ടുള്ള മൂല കാരണമായിട്ടുള്ള വീട്ടിൽ ഇരിക്കുന്നതായിട്ടുള്ള ഈ ഒരു വിഗ്രഹം തന്നെ ഇതിന് പ്രശ്നമായിട്ട് വരുന്നതായിട്ട് അദ്ദേഹത്തിന് പിൽക്കാലത്ത് അത് വെളിപ്പാടായി. അപ്പം അതിനുശേഷം അദ്ദേഹം എന്നെ വിളിച്ചു, ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടിയും ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് ആ സമയത്ത് അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പം അങ്ങനെ ഒരു ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം 4000 രൂപ കൊടുത്തിട്ട് നമ്മുടെ ഒരു അന്യമതസ്ഥയായിട്ടുള്ള ഒരു സ്ത്രീ വരച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു ചിത്രം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം കൃത്യമായിട്ട് 14 മാസങ്ങൾ മുന്നാണ് അദ്ദേഹം ഈ കാര്യം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചതും
അതിനുശേഷം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വളരെ നല്ല രീതിയിൽ ഇപ്പോഴും നിലവിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സമയത്തും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. പക്ഷേ ഈ കമ്പനിയിൽ നിന്നുള്ള വരുമാനം അദ്ദേഹത്തിന് സ്വീകരിക്കാൻ ഒരു തടസ്സമായിട്ട് വന്നു. അതായത് ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഈ കമ്പനിക്ക് ഒരു ചെറിയൊരു കേസ് വന്നിട്ട് ആ കേസിന്റെ കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ട് അത് ആ കേസ് വിധിയായിട്ട് വരാനുള്ള താമസം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിനൊന്നും പൈസ കൊടുക്കാത്ത രീതിയിലുള്ള സ്ഥിതിയിലേക്ക് മാറി. അപ്പൊ അങ്ങനെ പല വ്യക്തികളും, സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള പല വ്യക്തികളും ഇങ്ങനെയുള്ള ഒരു ചിത്രം വരച്ചത് വാങ്ങിച്ച് കൈവശം വെച്ചിട്ടുള്ളവർക്കൊക്കെ ഇന്ന് ഉണ്ടാവുന്നത് പ്രതിസന്ധികളാണ്. ആ പ്രത്യേകമായിട്ടുള്ള സാധനം അദ്ദേഹം ഈ പറഞ്ഞ വ്യക്തി ഒഴിവാക്കിയപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ അദ്ദേഹവുമായിട്ട് ഫോൺ സംഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രൂഫ് ഞാൻ ഇതിന്റെ അവസാനം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി ഈ സംഭവം കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് ഇത് നിർമ്മാർജ്ജനം ചെയ്തതെന്നുള്ളതും കൂടി, അതായത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പരിഹാരമുണ്ട്. അപ്പോൾ പ്രശ്നം നമ്മൾ മനഃപൂർവ്വം നമ്മളൊരു സഹായ സന്നദ്ധത മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ 75,000 രൂപ 80,000 രൂപയ്ക്കാണ് ഒരു പിക്ചറിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണല്ലോ, ഒരു കലാകാരന്റെ മൂല്യത്തിനനുസരിച്ചിട്ടാണല്ലോ സാധനത്തിന്റെ അയാൾ ഉണ്ടാക്കുന്ന ആ കലാപരമായിട്ടുള്ള പ്രവൃത്തിയുടെ ഒരു മൂല്യം വില നിശ്ചയിക്കുക. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഇതിന് വരുന്ന ചെലവിന്റെ ചിലപ്പോൾ ഒരു 10-100 ഇരട്ടിയായിരിക്കും ഇപ്പൊ ഇന്നത്തെ ഇതിന്റെ വില. അപ്പൊ അതുകൊണ്ട് ഈ സാധനം വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടുവയ്ക്കുമ്പോൾ നിങ്ങൾ മറ്റൊരാളോട് കാണിക്കുന്ന ഒരു ഉപജീവനത്തിനായിട്ടൊരു സഹായം ചെയ്യാന്നുള്ളത് വിചാരിച്ചുകൊണ്ട് മാനസിക തൃപ്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി വയ്ക്കുന്ന ഈ ഒരു സാധനം നിങ്ങൾ വച്ചതിന് ശേഷം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഈ ആഭിചാര ദോഷങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു സാധനമാണ് നിങ്ങൾ ഇങ്ങനെ പണം കൊടുത്തുകൊണ്ട് വീട്ടിൽ വെച്ച് വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതുകൊണ്ട് ഉണ്ടാവുന്ന ദുരിതങ്ങൾ വളരെയേറെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ആരോടും സഹായ സന്നദ്ധത വിചാരിക്കുമ്പോൾ ഉപായം ചിന്തിക്കുമ്പോൾ അപായം കൂടി അതിന്റെ ഒപ്പം തന്നെ ചിന്തിക്കണം എന്നാണ് പ്രമാണങ്ങൾ അനുസരിച്ച് സംസ്കൃത ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഉപായം മാത്രം ചിന്തിച്ചാൽ പോരാ. പണ്ടൊരു കൊക്കുണ്ടായിരുന്നു. ആ കൊക്കിനെ ഈ മരത്തിന്റെ മുകളിൽ കൂട് കൂട്ടിയിട്ട് അതിൽ മുട്ടകളൊക്കെ ഇട്ട് അതിന്റെ കുട്ടികളെ വിരിയിപ്പിച്ചപ്പോൾ താഴെ ഒരു പാമ്പുണ്ട് മാളത്തിൽ. അപ്പൊ ആ മാളത്തിലുള്ള പാമ്പ് കയറി വന്നിട്ട് ഇതിന്റെ കുട്ടികളെ ഓരോന്ന് ദിവസേന എടുക്കുക. ഈ കൊക്ക് ചിന്തിച്ചിട്ട് ഒരു ഇത് മനസ്സിലാക്കി, ഈ പാമ്പിനെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടിയാക്കണം. ഇതാണ് ആദ്യത്തെ മാർഗം. അപ്പോൾ പാമ്പിനെ ഇല്ലാണ്ടിയാക്കാൻ കൊക്ക് കണ്ടെത്തിയ മറുമരുന്ന് എന്താന്ന് വെച്ചാൽ ജലാശയത്തിൽ നിന്ന് മീൻ പിടിച്ചിട്ട് കീരിയുടെ മാളം, അവിടെ നദിക്കരയിൽ ഒരു കീരി ഉണ്ട്, ആ കീരിയുടെ മാളത്തിൽ നിന്ന് ഇങ്ങനെ ഓരോ മീനുകളായിട്ട് ഇട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ പാമ്പിന്റെ മാളം വരെ എത്തിക്കുക. അപ്പോൾ പാമ്പിനെ കീരി കശാപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് കൊക്ക് ഈ പരിപാടി പ്രവൃത്തി ആവിഷ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ സാധനം ഇട്ട് വെച്ചപ്പോൾ കീരി വന്നു പാമ്പിനെ ആദ്യം വെടുപ്പാക്കിയപ്പോൾ അതേ മുകളിൽ ഒരു സൗണ്ടുകൾ കേൾക്കുന്നു. അപ്പോൾ കുട്ടികൾ അവിടെ ഇരുന്ന് കരയാണ്. അപ്പോൾ കീരിക്ക് മരം കയറാൻ അറിയാം. കീരി മരത്തിന്റെ മുകളിലുള്ള മൊത്തം കുട്ടികളെയും ഒരു ദിവസം കൊണ്ട് തന്നെ വെടുപ്പാക്കി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളൊരു എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് കേട്ടാൽ അപ്പൊ അതിന്റെ പിന്നാലെ ഓടിപ്പോവാതെ കുറച്ച് വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിന് സംഭവിക്കുമോ, എന്താണ് ഇവരുടെ യഥാർത്ഥ മാനസികാവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ അതിലേക്ക് മുന്നോട്ടിറങ്ങാൻ. ഇല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ടുള്ള പല കാര്യങ്ങളും വന്നു ചേരും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും ഇത് ഭാഗ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇങ്ങനെ ഒരു അവസരം ഇത് ശരിയായിട്ടുള്ള രീതിയിൽ ഒഴിവാക്കാനുള്ള ഒരു അവസരം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു പരിഹാര മാർഗം കൂടി ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറെ നാളായിട്ട്. അതായത് പിന്നെ എന്റെ ഈ പൂജാമുറിയിലെ വീട് കിഴക്കോട്ട് ദർശനമാണ്. അപ്പൊ ഗുരുവായൂരപ്പന്റെ പടമാണ് സെന്ററിൽ വെച്ചിരിക്കുന്നത് പൂജാമുറിക്കകത്ത്. അതിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ വിളക്ക് വെച്ചിട്ട് കത്തിക്കുന്നത്. അതായത് ഇപ്പൊ നിലവിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന 4,000 രൂപയ്ക്ക് വാങ്ങിച്ചു എന്ന് പറഞ്ഞ ആ സാധനമാണോ? അല്ലല്ല, ആ ഫോട്ടോ അല്ല. പൂജാമുറിയുടെ അകത്തൊരു ചെറിയ ശ്രീകോവിൽ പോലെ ഉണ്ട്. അതിനകത്താണ് ഗുരുവായൂരപ്പന്റെ പടം വെച്ചിരിക്കുന്നത്. ഇടതുവശത്ത് ഞങ്ങളുടെ ഇവിടുത്തെ നാട്ടിലെ തുരുത്തിപ്പള്ളി ഭഗവതി ഉണ്ട്, അമ്മയുടെ പടവും. ഇടതുവശത്ത് പിന്നെ പരമേശ്വരൻ പാർവതിയും കൂടെ ഉള്ള അർദ്ധനാരീശ്വര ഫോട്ടോ. ഈ 3 ഫോട്ടോകളാണ് മെയിനായിട്ട് വെച്ചിരിക്കുന്നത്. അതില് പിന്നെ ഗുരുവായൂരപ്പന്റെ ഫോട്ടോയുടെ നേരെ ഫ്രണ്ടിലായിട്ടാണ് ഞങ്ങൾ നിലവിളക്ക് ദിവസം കത്തിക്കുന്നത്. വൈകുന്നേരം 5 തിരിയിട്ടാണ് കത്തിക്കാറ്. വെളുപ്പിനെ പിന്നെ 2 തിരി ഇടുന്നത്, കിഴക്കോട്ടും പടിഞ്ഞാട്ടും. അതായത് ഗുരുവായൂരപ്പന്റെ മിന്നലേക്ക് കത്തുന്ന തിരി എന്ന് പറഞ്ഞാൽ പടിഞ്ഞാട്ടുള്ള തിരിയായിരിക്കും. വൈകുന്നേരം വിളക്ക് കത്തിച്ചിട്ട് വൈഫ് അതിനകത്ത് പിന്നെ സഹസ്രനാമം നമ്മുടെ സ്ഥിരമായിട്ട് ചൊല്ലുന്ന കുറെ കീർത്തനങ്ങളും കാര്യങ്ങളൊക്കെ മുടക്കമില്ലാതെ ചൊല്ലുന്നുണ്ട്. ആ സമയത്ത് ഈ വിളക്ക് വലിയ കുഴപ്പമില്ലാതെ കത്തിയിരിക്കും. കാലത്തെ കത്തിക്കുന്നത് എന്ത് ചെയ്താലും ആ പടിഞ്ഞാട്ടിടുന്ന തിരി ഒരു 2 മിനിറ്റ് കൊണ്ട് അങ്ങ് കരിന്തിരി പോലെയാവും. അതിന്റെ തലയ്ക്കിൽ അങ്ങോട്ട് ഈ കട്ട ഉണ്ടായിട്ട് പതുക്കെ ഒരു 4-5 മിനിറ്റ് കൊണ്ട് അത് കെട്ടുപോകും.
ഞങ്ങൾ നെയ്യ് ഒഴിച്ച് നോക്കി ഞാനും വൈഫായിട്ട് വഴക്കുണ്ടാക്കി, നീ വലിയ തിരിയിട്ടാഞ്ഞിട്ടാണ്. ഇതുപോലുള്ള കേസുകളൊക്കെ ഇത് ഈ ആഭിചാര ദോഷങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊന്നും അതായത് പെട്ടെന്ന് നമ്മളൊരു കാരണം കാറ്റ് വന്നിട്ടൊക്കെ വിളക്ക് കിടുകയാണെങ്കിൽ അതിനൊക്കെ ഒരു പ്രശ്നമില്ല എന്ന് പറയും. അതായത് കാറ്റ് കൊണ്ട് പ്രകൃതിയുടേതായിട്ടുള്ള രീതിയിൽ നമുക്കൊരു വിളക്ക് കിട്ടും, അതിനൊരു ദുസൂചനയായിട്ട് സ്വീകരിക്കേണ്ടതില്ല എന്നാ പറയാം. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒരു തിരിയിട്ടു, അതിങ്ങനെ വെറുതെ പൊട്ടി പൊട്ടി കത്തുക, അതുപോലെ തന്നെ പെട്ടെന്ന് തിരി ഒരു കാരണമില്ലാണ്ട് തിരി എണ്ണയിലേക്ക് താന്ന് തിരി ഇറങ്ങുക, അങ്ങനെയൊക്കെ ഇടുക. അപ്പം അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ, അതുപോലെ തന്നെ വളരെ കരിയും പുകയുമായിട്ട് നമ്മളൊരു തിരിയിട്ടിട്ട് കത്തിക്കുമ്പോൾ അതിൽ തന്നെ ഈ വളരെ കരിയും പുകയായിട്ട് കത്തുക, അതുപോലെ പെട്ടെന്ന് എണ്ണ നിറം മാറുക, ഇപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്ര ശുദ്ധിയുള്ള സാധനം വെച്ചാലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള ഈ പ്രശ്നവശാലുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. ചില അനുഭവങ്ങളൊക്കെ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഈ പൂജയുടെ ഇടയിലൊക്കെ നമ്മൾ പറഞ്ഞോളൂ. അതാണ് അതിശയം. അതായത് ഇതിങ്ങനെ വന്നിട്ട് അങ്ങ് കരിയായിട്ട് പതുക്കെ കെട്ടി കഴിയുമ്പോൾ പിന്നെ വൈഫ് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി, ഈ ഒരു തിരിയായിട്ട് പിന്നെ കത്തി ഇരിക്കാൻ പാടില്ല, മറ്റേ കിഴക്കോട്ടുള്ള തിരി കഷ്ടിച്ച് ഇങ്ങനെ കത്തി നിൽക്കും, അത്രേ ഉള്ളൂ. അതും തെളിഞ്ഞ് കത്തുകയില്ല കാലത്തെ. അപ്പൊ അവസാനം ഈ പടിഞ്ഞാട്ടുള്ളത് കിടന്ന കൂടെ തന്നെ കെട്ടുപോകും എന്നുള്ളതുകൊണ്ട് ഇത് രണ്ടും ശകലനേരം കഴിയുമ്പോൾ കെടുത്തുന്ന ഒരു രീതിയായിരുന്നു കഴിഞ്ഞ ഒരു 7-8 മാസമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനിടയ്ക്ക് ഒരു ദിവസം ഇവിടെ വൈഫായിട്ട് വഴക്കുണ്ടാക്കി, ഇതിങ്ങനെ തിരി ഒഴിക്കാഞ്ഞിട്ടാണ്, എണ്ണ നിറച്ചൊഴിക്കാഞ്ഞിട്ട്. അതിന് ഞാൻ തന്നെ ഇട്ടൊക്കെ നോക്കി, വലിയ തിരിയിട്ട് നോക്കി. അത് ഇതേ അവസ്ഥ തന്നെ. ഇട്ട് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അതങ്ങൊക്കെ അതിന്റെ തലയ്ക്കിൽ ഒരു കരിക്കട്ട പോലെ വന്നിട്ട് ദീപം അങ്ങ് തീർന്ന് പതുക്കെ അങ്ങ് കിടും. മഷി പിടിക്കാന്ന് ഇനി പറയാം. അതായത് ഈ കരി പിടിക്കുന്ന കരി കട്ടയായിട്ട് വരുമ്പോ അത് തട്ടിക്കളഞ്ഞ് വീണ്ടും കത്തിക്കുകയാണ് നമ്മള്. അത് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ഇത് വരില്ല. ഇങ്ങനെ ഈ ഒരു സംഭവം സാധാരണഗതിയിൽ അങ്ങനെ ആ എണ്ണ കഴിഞ്ഞ് തുടങ്ങാറാകുമ്പോൾ ഒരുപാട് നേരം കത്തിക്കഴിഞ്ഞാലാണ്, ഒരു 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ കത്തിക്കഴിഞ്ഞാൽ എണ്ണ മഷി പിടിക്കുള്ളൂ സാധാരണ രീതിയിൽ. 5 മിനിറ്റ് കൊണ്ട് അങ്ങനെ ആകുമായിരുന്നു. ഇത് മാത്രമല്ല, ഞങ്ങളെ വെളിച്ചെണ്ണ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ, കൊപ്രയാട്ടി കിടക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു, അത് കഴിഞ്ഞ് നല്ലെണ്ണ ഒഴിച്ചു, നെയ്യ് ഒഴിച്ചു, എന്തൊഴിച്ചാലും ഇത് തന്നെ അവസ്ഥ. അതെ അതെ. ഏതായാലും ചെയ്തതിന് ശേഷം അന്ന് കാലത്തെ ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ വാങ്ങിയ 4000 രൂപയുടെ സാധനം, വാങ്ങിയ സാധനം ഞാൻ പറഞ്ഞതിന് ശേഷം അത് കൊണ്ടുപോയിട്ട്, അല്ല അതിന്റെ ഫ്രെയിമൊക്കെ ഉടച്ചു, അതിന് ഉള്ളിലൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ? ഫുള്ള് അതിനകത്ത് ഗിൽറ്റ് പേപ്പർ പോലുള്ള ഒരു സാധനം വെച്ചിരുന്നത്. അല്ല അതില് അറബിക് ആയിട്ടുള്ള വല്ല അക്ഷരങ്ങളുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചു അതിന്? അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ ആ ഫോട്ടോയില് പിന്നെ ഭഗവാന്റെ കാലിന്റെ ഞാൻ തിരുവനന്തപുരം ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചു. വെണ്ണ ഉള്ള കൈയുടെ അവിടവും അതുപോലെ കാലിന്റെ അവിടെയൊക്കെ അക്ഷരങ്ങൾ ഒരു പ്രത്യേക രൂപങ്ങളാണ്. അതല്ല കാലിന്റെ ആയിട്ടുള്ളതല്ല തെളിയുന്ന അവിടെ നമ്മളെങ്ങനെ നോക്കുമ്പോ മനസ്സിലായി. അറബിക്ക് മാതിരിയുള്ള എന്തോ ഒരു തോന്നൽ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ അതുകൊണ്ട് അങ്ങനെ അയച്ചു തന്നു. ബാക്കിലൊന്നും ഇല്ലായിരുന്നു. ബാക്കിലെ ഈ ഗിൽറ്റ് പേപ്പർ, അതായത് നമ്മുടെ ഈ പഴയ പിന്നെ സിഗരറ്റ് പൊതിയുന്ന ഒരു തരം എന്നാണ് പറയുന്നത്, അതാണ് നിറച്ച് വെച്ചിരുന്നത്. അപ്പൊ അതേ ഇപ്പൊ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞത് കണ്ടത് അതേലൊക്കെ എന്തൊക്കെ ഇവരെ എഴുതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ല അതില് എഴുതുക എന്ന് മാത്രല്ല, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ചില പ്രത്യേകമായിട്ടുള്ള ഇപ്പൊ ഈ കുതിരയുടെ ലത്തി എന്ന് പറയാം, അതായത് കുതിരയുടെ വിസർജ്യം, അതുപോലെ കഴുതയുടെ വിസർജ്യം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ചില ആഭിചാര കർമ്മങ്ങളൊക്കെ, അതുപോലെ അതിന്റെ മുടി കരിച്ചുകൊണ്ടുള്ള ഈ ഭസ്മം, ഇതൊക്കെ ഈ നമ്മുടെ എനിക്കിതിനെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ട് അറിയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, എൻ്റെ അമ്മയുടെ അമ്മാമൻ മഹാരാഷ്ട്രയിലെ ഒരു ആശ്രമത്തിൽ നിന്ന്, അപ്പം ഈ ആദിവാസികളായിട്ടുള്ള സമൂഹങ്ങൾ ഈ ആശ്രമത്തിലേക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് പറയുന്നതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ അവർ ഈ രോഗാവസ്ഥ വരുമ്പോൾ അവരുടെ നമ്മുടെ നെഞ്ചും കൂടി പൊളിച്ചത് കത്തുമ്പോൾ മാത്രമേ അതിൻ്റെ ഉള്ളിൽ ഈ ചെറിയൊരു ആടുന്തല പോലെ വരൂ അത്രേ. അപ്പം അങ്ങനെയുള്ള രീതിയിലുള്ള കുറേ ഈ എന്താ പറയുക ആദിവാസി കർമ്മങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള കൈവശം എനിക്ക് മറാഠി വായിക്കാൻ എനിക്ക് ഇംഗ്ലീഷ് അല്ല ഹിന്ദി രീതിയിലായതുകൊണ്ട് എനിക്കത് വായിക്കാൻ അറിയും. പക്ഷേ ഇതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ അമ്മാമൻ്റെ അടുത്തിരുന്നുകൊണ്ട് ഞാൻ പല വാക്കുകളുടെയും അർത്ഥങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ തുടക്ക കാലഘട്ടത്തിൽ അത് ആളത് മുഴുവനായിട്ട് മറാഠി ഭാഷ സംസാരിക്കാൻ അറിയുന്ന ആളാണ്. പക്ഷേ ഈ മൂലികകളുടെ പേരൊന്നും ആൾക്ക് അങ്ങനെ അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഈ സംഭവം എനിക്ക് ആളുടെ ഗുരുനാഥന്റെ സ്ഥാനം പോലെ, അതായത് ആള് ഈ വിദ്യകളൊന്നും പഠിച്ചിട്ടില്ല, ആൾക്കതിന് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. ആശ്രമത്തിലെ ജീവിതവും അതുപോലെ കുക്കിങ്ങും ഒക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹം അമ്മാമന്റെ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരാൾ ഈ വക കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. ആള് മരിക്കുന്ന സമയത്ത് മരണം വരെ ആളുടെ 4 മണിയാകുമ്പോൾ ഞാൻ ഇനി ഉണ്ടാവില്ല എന്നുള്ളത് ഏകദേശം പറഞ്ഞ്, കാലൊക്കെ തണുത്തു തുടങ്ങിയില്ല എന്നുള്ളത് ചോദിച്ച്, ഒരു എന്താ പറയാ മരണത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ഏകദേശം പ്രവചിച്ച് മരിച്ച ഒരാളാണ് ഈ പറഞ്ഞ അമ്മാമന്റെ സ്ഥാനം ഗുരുനാഥന്റെ സ്ഥാനമുള്ള ആള്.
അപ്പോൾ ആളുടെ കയ്യിലുണ്ടായിരുന്ന ഈ എന്താ പറയുക പഴയ രീതിയിലുള്ള ഈ താന്ത്രിക കർമ്മങ്ങളുടെയും അതുപോലെ മൊത്തം, അതായത് ഈ നമ്മുടെ മെഡിറ്റേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കർമ്മ സംബന്ധമായിട്ടുള്ള ഈ ഷഡ്കർമ്മങ്ങൾ നമ്മുടെ കേരളത്തിൽ കൂടുതൽ ഷഡ്കർമ്മങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത്. പക്ഷേ നമ്മുടെ മഹാരാഷ്ട്ര, ഉത്തരേന്ത്യയിലൊക്കെ 8 വിധം കർമ്മങ്ങൾ വരെ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ രേഖപ്പെടുത്തി ഒരു അമൂല്യ നിധി തന്നെയാണത്. അതിൽ നമുക്കിപ്പോൾ എന്താ പറയുക, ഈ മെസ്മരിസം തുടങ്ങിയിട്ടുള്ള അന്യ ആളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടോന്ന് അറിയില്ല, എൻ്റെ അമ്മാമനത് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇത് നിൻ്റെ കയ്യിൽ വെച്ചോന്ന് പറഞ്ഞിട്ട് അവസാനം അത് കൊടുത്തിട്ട് അത്ര ആൾ മരണപ്പെട്ടെ. അപ്പോൾ അത് എൻ്റെ കയ്യിലേക്ക് എത്താനായിരിക്കും അത്, ഞാൻ അങ്ങനെയാണ് വിചാരിക്കണേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ വിദ്യകളൊക്കെ, അതായത് ആഭിചാര കർമ്മങ്ങൾക്ക് ഏത് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും, അതുപോലെ അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ ധാരാളമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഈ വിശ്വാസം അനുസരിച്ച് ഇപ്പോൾ ഇതിലെന്തൊക്കെ ചേർത്തുണ്ട്, ഇതിലെന്തൊക്കെ സാധനങ്ങൾ കൊണ്ടാണ് അത് ലിഖിതമായിട്ടുള്ളത് എന്ന് പോലും നമുക്ക് ഇപ്പോൾ ഒരു കെമിക്കൽ പരിശോധന ചെയ്താലും ഇപ്പോൾ നമ്മളൊരു ആയുർവേദിക ഐറ്റംസ്, എന്തെങ്കിലും ഒരു മരുന്ന്, അതിലെന്തൊക്കെ കെമിക്കൽ ഉണ്ടെന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. പക്ഷെ അത് ഏത് മൂലികയാണ് പ്രയോഗിച്ചാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. കളഞ്ഞു. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് വിളക്ക് കത്തിച്ചപ്പോ അതിങ്ങനെ പിന്നെ നല്ല ഭംഗിയായിട്ട് ഇപ്പൊ കത്തി നിൽക്കുന്ന കണ്ണാ വിശ്വസിക്കുന്നില്ല. പണ്ടത്തെ അതേ വിരിയായിരുന്നു. ഇതൊക്കെ നമ്മളിതൊക്കെ പറയുമ്പോഴേ, നമ്മളിത് ഇങ്ങനെയുള്ള ആൾക്കാർ, ഇത് വിശ്വാസമില്ലാത്ത ആൾക്കാരോടൊക്കെ ഇത് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി വരുമ്പോഴാണ് അത് അവർ വിശ്വസിക്കുള്ളൂ. അവരുടെ അനുഭവത്തിൽ വരുമ്പോൾ അത് വിശ്വസിക്കുള്ളൂ. അപ്പൊ അതൊരു കാര്യമാണ്. സംഭവം കൊണ്ട് ഉണ്ടായിരുന്നു. അതായത് അന്നത്തെ ദിവസം ഞങ്ങളുടെ ഇവിടെ ഈ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ 50ാം വാർഷികം. ഒരു ചെറിയ ആശ്രമം ഉണ്ട് ഇവിടെ. അതിന് നമ്മളുടെ പൂങ്കുന്നത്തെ സ്വാമിജി, പിന്നെ മാവേലിക്കര അവിടെ ഒരു ശ്രീരാമകൃഷ്ണാശ്രമം ഉണ്ട്, അവിടുത്തെ അധ്യക്ഷൻ അദ്ദേഹം, പിന്നെ കൽക്കട്ടയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അദ്ദേഹം, പിന്നെ പാലാ ആശ്രമത്തിന്റെ അധിപതി, പിന്നെ ബീക്കോട്ടയത്തെ സ്വാമിമാർ, ഇവര് 4, വേറെ കുറെ സ്വാമിമാരുണ്ട്. ഇവര് 4 പേര് ഈ പരിപാടി ഉച്ചക്കലത്തെ അവരുടെ പിന്നെ ഭക്ഷണം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ചക്രാനന്ദ സ്വാമിയുടെ വീട് കണ്ടിട്ട് ഞങ്ങൾ പോകും. അപ്പോ ഞാൻ ഈ വീട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരെ 4 പേരെ കൂടി വീട്ടിൽ കൊണ്ടുപോയി. ഞാനിപ്പോ താമസിക്കുന്ന വീട്ടിൽ കൊണ്ട് വന്നൊന്ന് അനുഗ്രഹിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞ സമയമില്ല, എന്നല്ല നമുക്ക് ജസ്റ്റ് വന്ന് കയറി പോകാൻ പറഞ്ഞു വന്നത്. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ സ്വാമിമാർക്ക് ഭയങ്കരമായിട്ട്, കൊച്ചു വീടാ മനസ്സിലായി, പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ പൂജാമുറി കാണണം അതിലെ മുതിർന്ന സ്വാമി പറഞ്ഞു. നമ്മുടെ പിന്നെ മാവേലിക്കരയിൽ നിന്ന് വന്നിരുന്നത്, മാവേലിക്കരയിൽ ഹരിപ്പാട്ടെ സ്വാമി, അദ്ദേഹമാണ് കൽക്കട്ടയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വലിയ അത് എനിക്ക് ഇതിന്റെ ഇടയിലൊരു കാര്യം പറയാണ്ട്. ഒരു വീട്ടില് പെണ്ണുങ്ങള് കയറി ചെല്ലുകയാണെങ്കിൽ അവര് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ അടുക്കളയും, ഒരു അതായത് സന്യാസിപരനായിട്ടോ മറ്റുള്ള കാര്യങ്ങളായിട്ട് ഉള്ള ഒരാൾ, അതല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള കർമ്മരംഗത്തോ അതല്ലെങ്കിൽ സേവന രീതിയിലോ ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവിടുത്തെ പൂജാമുറിയാണ്. അപ്പൊ എനിക്കൊരു അനുഭവം, അദ്ദേഹം നേരെ വന്ന് ഈ ഞാനപ്പോ അകത്തെ ലൈറ്റ് ഇട്ടു, ഈ വാതിലങ്ങ് തുറന്ന് അകത്തോട്ട് കയറി സാഷ്ടാംഗം അങ്ങ് നമസ്കരിച്ചു. അപ്പൊ വെളിയിലിറങ്ങിട്ട് പറഞ്ഞു ഇത് അത്യന്തം ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ ശ്രീരാമകൃഷ്ണന്റെ ഫോട്ടോ ഞാൻ ഓർഡർ കൊടുത്തിട്ടുള്ളൂ, ഇതുവരെ കിട്ടിയില്ല. അപ്പൊ അവരുടെ 3 പേരുടെ കൂടെ ഫോട്ടോ പൂജാമുറിയിൽ വെക്കണം, വളരെ ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ ഞാനൊരു അനന്തശയനം പെയിന്റിങ് ചെയ്യിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര തേജസ് ആയിട്ടുണ്ട്. ഇതൊരു അവിസ്മരണീയ സന്ദർശനമാണെന്നൊക്കെ പറഞ്ഞ് വളരെ പോസിറ്റീവായിട്ട് ഇതേ ദിവസം തന്നെ ഇത് തന്നെ സംഭവിക്കുന്നത്. ശരി. അതായത് അവിടുത്തെ ഉണ്ടായിരുന്ന നെഗറ്റീവ് എപ്പോ ഒഴിഞ്ഞു പോയി, അപ്പൊ തൊട്ടിട്ട് ഒരു പോസിറ്റീവ് ലക്ഷണങ്ങളായിട്ട് ഇത്രയും നല്ല കാര്യങ്ങൾ നടന്നു എന്നാണ് പറയുന്നത് അല്ലേ? അതെ. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ വെച്ചിരിക്കുക. കാരണം അവരിവിടെ വരുമെന്നും വന്നാൽ ഇങ്ങനെ ഈ പൂജാമുറിക്കകത്ത് പോയി കയറും നമ്മൾ സ്വപ്നത്തിൽ പോലും ഓർത്തിട്ടില്ല. അങ്ങനെ ആരുടെ അനുവാദം ഒന്നും ചോദിച്ചില്ല, നേരെ പോയി വാതിൽ തുറന്നു അകത്ത് കയറി അങ്ങ് സാഷ്ടാംഗം ഗുരുവായൂരപ്പന് പിന്നെ നമസ്കരിച്ച് എഴുന്നേറ്റ് വന്നു. അതെ, ജീവിതത്തിലെ എന്താ പറയാ, ജീവിതത്തിലെ അപൂർവമായിട്ടുള്ള ലഭിക്കാവുന്ന പുണ്യങ്ങളാണ് സന്യാസിമാരുടെ അനുഗ്രഹങ്ങൾ. അതുപോലെ തന്നെ അവര് ആരാധിച്ചതായിട്ടുള്ള, ഇപ്പോൾ ശ്രീകൃഷ്ണനെ ആരാധിച്ച വിഗ്രഹമാണ് ഇപ്പോൾ ഗുരുവായൂർ നമ്മുടെ മഹാവിഷ്ണുവിന്റെ വിഗ്രഹമായിട്ട് മറ്റേ അഞ്ജനക്കല്ലിൽ ഇതായിട്ടുള്ള തീർത്ഥ വിഗ്രഹം. അപ്പൊ അതുകൊണ്ട് കൂടിയിട്ടാണ് ഏതൊരു സന്യാസിവര്യന്റെ പാദധൂളികളിലുള്ള പൊടികളാണോ ഏതേത് തീർത്ഥങ്ങളിൽ, അതായത് നമ്മുടെ ജലപ്രവാഹങ്ങളിൽ അതല്ലെങ്കിൽ ജലാശയങ്ങളിൽ വന്നു പതിക്കുന്നത്, അതാണ് ആ തീർത്ഥത്തിന്റെ പുണ്യം. അതായത് തീർത്ഥസ്നാനം എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ ആരാണോ ഭക്തൻ അവന്റെ കാലിലെ ധൂളികൾ എപ്പോഴാണോ ഏതേത് ജലാശയങ്ങളിൽ എത്തുന്നത് ആ ജലത്തിനാണ് പവിത്രതയുള്ളത്. ഭക്തനായിട്ട് തന്നെ വേണം കേട്ടോ, അല്ലാണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഒരേ ദിവസം
കിട്ടി. അതൊരു വലിയ നമുക്കൊരു ഭയങ്കര മെന്റലി ഭയങ്കര ഒരു സന്തോഷം എന്ന് പറഞ്ഞാല് ഒരു ആത്മവിശ്വാസം. ഇപ്പൊ എനിക്ക് തിരുമേനോട് ചോദിക്കേണ്ടത്, നമ്മൾ ഇതിനും പുറത്ത് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ നോക്കണോ? നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് ഇപ്പം 10-14 മാസം ഇരുന്നത് ഇതിനകത്ത്. അല്ല, അത് നമ്മുടെ പൂർവജന്മ പുണ്യങ്ങളും നമ്മുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങളും നമ്മൾ ഉപാസിച്ചിരുന്ന ദേവതകള് അതിന് പ്രൊട്ടക്ഷനായി നിന്നതുകൊണ്ടും കൂടിയിട്ട് ആണ്. പക്ഷെ എന്നിരുന്നാലും അത് എന്താ പറയാ, നമുക്ക് ബാക്കിയുള്ള ആരാധനയുടെ ഒക്കെ ബലത്തിലാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ചെയ്തതായിട്ടുള്ള കർമ്മങ്ങളുടെയും അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള വീട്ടിൽ ചെയ്തിട്ടുള്ളതായിട്ടുള്ള ആരാധനയുടെ ആയിട്ടുള്ള ബലങ്ങൾ കൊണ്ടാണ്. ഇപ്പം ഇല്ലെങ്കിൽ ഒരു ജ്യോത്സ്യനെ കണ്ടു കിട്ടാൻ തന്നെ, അതായത് ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ജ്യോത്സ്യനോട് ചിന്ത ചെയ്യണം, അതല്ലെങ്കിൽ ജ്യോതിഷ ചിന്ത ചെയ്യണമെന്ന് തോന്നുന്നത് തന്നെ നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ ഒരു ഇങ്ങനെ കണ്ടു കിട്ടണം, യഥാർത്ഥമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളെ കണ്ടു കിട്ടണം. ഇതൊക്കെ നമുക്കൊരു നമ്മുടെ തലയിലെഴുത്തുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളൊരു വിധി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിൽ എത്തിപ്പെടുള്ളൂ. അപ്പം അതിനുള്ള പുണ്യം നമ്മൾ എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ നമ്മുടെ നാമജപം അതുപോലുള്ള നമ്മുടെ മാനസികമായിട്ടുള്ള പ്രാർത്ഥനാ രീതികൾ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് അതിന്റെ നമ്മുടെ സത്കർമ്മങ്ങൾ കൊണ്ടാണ് നമുക്ക് അതിനൊരു യോഗം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അതും യോഗം ഉണ്ടാവില്ല. ചിലർ കണ്ടിട്ടില്ലേ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ അതൊക്കെ സാഹചര്യവശാൽ വന്നതായിരിക്കും. അങ്ങനെ രീതിയിൽ ചിന്തിച്ച് അവർ പിന്നെ മുന്നോട്ട് പോകും. പിന്നെ ഒരു ഗതി പരഗതി ഇല്ലാത്ത സമയത്താണ് അപ്പോൾ അവർക്ക് ധനം ഉണ്ടാവില്ല ഇത് ചെയ്യാനായിട്ട്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരുപാട് ട്രാജഡീസ് ആയിട്ട് വരുന്നത്. അതെ അതെ, അതല്ല സ്വാമി, ഇതിപ്പോ നമ്മുടെ പ്രത്യക്ഷ അനുഭവമാണ് ഈ വിളക്ക് കത്തുന്നത്. എപ്പോഴും ഞങ്ങൾ വിളക്ക് എടുത്ത് വെച്ചിട്ട് അതിനിപ്പോ മോൾക്ക് ഒരു ഇന്റർവ്യൂ അവിടെ പാരിയിട്ട് നടക്കുന്നത്, അതുകൊണ്ട് വിളക്ക് എടുത്താതെ വെച്ചിരിക്കും. അത് കാലത്തെ കത്തുന്നവർ തന്നെ അതേ തേജസ്സിൽ ഇരുന്ന് കത്തുന്നുണ്ട്. ഒരിക്കലും ഇരിക്കില്ല, പകല് കത്തിച്ചാൽ അതൊരു അരമണിക്കൂറിനുള്ളിൽ കരിമുരിയായിട്ട് ഇങ്ങനെ കരിക്കട്ട കെട്ടി. അതായത് നമ്മുടെ വീട്ടില് നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളുടെയും സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഗന്ധം വരെ വരും. അതായത് ഇപ്പൊ നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ദുഷ്ട ചൈതന്യത്തിന്റെ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഒരു എന്താ പറയാ, നമുക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സാന്നിധ്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നമുക്ക് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നമുക്ക് അതിന്റെ എന്താ പറയാ, നമുക്ക് സ്മെല്ല് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് അത് ഓരോരുത്തരുടെ മാനസിക വികാര വിചാരങ്ങളും അവരുടെ അതിനെ ഉൾക്കൊള്ളാനുള്ള ശക്തി അനുസരിച്ചാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടുക. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ബാധിക്കാനുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ ബീഡി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ നമ്മളൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് ഒരാൾ പോലും അങ്ങനെ ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില ദുരാത്മാക്കളുടെ സാന്നിധ്യങ്ങൾ അതുപോലെ യക്ഷി ചൈതന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചില സുഗന്ധമുള്ള പുഷ്പങ്ങളുടെ മണങ്ങളൊക്കെയാണ് വരിക. തുടക്കത്തിൽ അത് നല്ല രീതിയിൽ ഫീൽ ചെയ്യും, പിന്നെ നമുക്കൊരു ഇറിറ്റേഷനായിട്ട് അനുഭവപ്പെടും. അപ്പം അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ്റെ ഇതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, അതിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പാചകം ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതല്ല, പെട്ടെന്ന് നമ്മൾ അറിയാതെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സ്മെല്ല് വന്നതായിട്ട് നമുക്കൊരു അനുഭൂതി ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതും ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇത് അറിഞ്ഞതിൽ സന്തോഷം. മാറ്റി വെച്ചപ്പോൾ ഉള്ള അനുഭവങ്ങൾ ഇപ്പൊ നിലവിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ തടസ്സങ്ങൾ നീക്കാനുള്ള കർമ്മങ്ങൾ ചെയ്തതിന്റെ ഗുണങ്ങൾ കണ്ടു. ഇനി അതിന്റെ എന്താ പറയാ തുടർ കാര്യങ്ങളായിട്ട് നമ്മളിപ്പോ ചെയ്തു വരുന്നതായിട്ടുള്ള ആരാധന കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് മതി. ഇനിയിപ്പോൾ വേറെ എന്താ പറയുക, നമ്മൾ സാധാരണ രീതിയിൽ അമ്പലങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലൊന്നും പോവാത്തവർക്കും അതുപോലെ തന്നെ ജപകാര്യങ്ങളോ ധ്യാനം മെഡിറ്റേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇതിൻ്റെയൊക്കെ കൂടുതലായിട്ടുള്ള ഫലങ്ങളുണ്ടാവും, ദോഷങ്ങളുണ്ടാവും. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ടുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് കാണുകയാണെങ്കിൽ മാത്രം നമുക്ക് അതിൻ്റെ ചിന്ത ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. ഇപ്പം താൽക്കാലികമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന മെയിനായിട്ടുള്ള പ്രശ്നം നമ്മൾ ഒഴിവായി എന്നുള്ളതാണ് എൻ്റെ നിഗമനം വരുന്നത് കേട്ടോ. യാഗയജ്ഞങ്ങൾ നടത്തുന്നതിനേക്കാളും കൂടുതൽ ബലമുള്ളതായിട്ട് പറയുന്നത് സങ്കീർത്തനത്തിന് തന്നെയാണ്, നമ്മുടെ കലിയുഗത്തിൽ പറയുന്നത് നാമജപത്തിന് തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ന് വെച്ച് പൂജയും കാര്യങ്ങളും നമുക്ക് പ്രകൃതിക്ക് വേണ്ടതായിട്ടുള്ള അനുകൂല കർമ്മങ്ങളും നമ്മൾ അനുഷ്ഠിക്കേണ്ടതല്ല. ബലം കൂടുതൽ നമ്മുടെ ശക്തി നമ്മുടെ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഇന്ന് ഒരാൾക്കാർക്കും ചിന്തിക്കാൻ പോലും സമയമില്ലാത്ത സാഹചര്യങ്ങളാണ്. അപ്പം നമ്മൾ എത്രയും സങ്കീർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് മുഴുകുന്നു, അപ്പോഴാണ് ഇത് കേൾക്കുന്ന ഒരാൾക്ക് കൂടി ദൈവിക ചിന്ത ഉണ്ടാവുള്ളൂ. അങ്ങനെ ദൈവികമായിട്ടുള്ള ചിന്തകൾ ഉണ്ടായാലേ അടുത്ത അനന്തരമായിട്ടുള്ള പൂജാതി കാര്യങ്ങളും യാഗകർമ്മങ്ങൾക്കുള്ള ശ്രമങ്ങളും അതിൻ്റെയുള്ള യൂണിറ്റും സംഭവിക്കുള്ളൂ. പണ്ടൊക്കെ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലേക്ക് അവർക്ക് സ്വന്തമായിട്ട് ഒരു യാഗം നടത്താൻ സാധിക്കും. ഇപ്പം ഇന്ന് സ്വന്തമായിട്ട് യാഗം നടത്താൻ അതിനുള്ള ഭരണാധികാരികളും മറ്റുള്ള ആൾക്കാരും ഇല്ല എന്നുള്ളത് കൂടാതെ അതിനുള്ള സാഹചര്യമുള്ള വ്യക്തിത്വങ്ങളും ഇല്ല. അപ്പം അതിനുള്ള തോന്നലുകൾ ഉണ്ടാവാനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ നാമജപങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അതിന് സ്വാധീനപ്പെടും. അതുകൊണ്ടാണ് നാമജപമാണ് ഏറ്റവും വിശേഷം കലിയുഗത്തിൽ എന്ന് പറഞ്ഞത്. മറ്റുള്ള കാര്യങ്ങളൊന്നും യാഗങ്ങളും യജ്ഞങ്ങളൊന്നും നടത്തണ്ടെന്നല്ല, അതൊക്കെ പ്രകൃതിക്ക് ഗുണകരമായിട്ടുള്ള കർമ്മങ്ങൾ അതിനുള്ള എന്താ പറയുക നല്ല രീതിയിലുള്ള അവസ്ഥകൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത്തരം യാഗങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതികൾ. അപ്പോൾ എന്തായാലും ഇതറിഞ്ഞതിൽ വലിയ സന്തോഷം കേട്ടോ. ഒത്തിരി ആശ്വാസമായിരിക്കും പറഞ്ഞതെന്ന് എല്ലാവരും ഞാനത് പിന്നെ ഇവിടെ വെച്ചോണ്ടിരുന്നത്. അത് ഇതിപ്പോ ഒരു കർമ്മം ചെയ്തിട്ട് നമ്മൾ ഒഴിവാക്കുന്ന രീതിയിലാണെങ്കിൽ നമുക്കിതിനെ എന്താ പറയാ, നമ്മളിപ്പോ ഒരുപാട് ശ്രമം ചെയ്തിട്ട് ആ വൈഷ്ണവമായിട്ടുള്ള ചൈതന്യത്തിൻ്റെതായിട്ടുള്ള കോട്ടങ്ങൾ പരിഹരിക്കാൻ നമുക്ക് അതിന്റെ പരമാവധി നമ്മൾ ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും അറ്റത്ത് ചെയ്തിട്ട് വഴിപാടുകൾ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് നമ്മൾ അന്ന് അത് നിർത്തിയത്. അപ്പൊ അങ്ങനെ അതിശയായിപ്പോയില്ലെങ്കിൽ ഒരിക്കലും അന്ന് അങ്ങനെ വരേണ്ട കാര്യമില്ല. 7-8 പ്രാവശ്യം നോക്കിയിട്ടൊന്നും ശരിയാകാതെ വന്നപ്പോഴേ ഇതായിരുന്നു അതിന്റെ മെയിൻ തടസ്സം എനിക്ക് തോന്നുന്നത്. അതെ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇത് ഇനി എന്താ പറയാ, നമുക്കിതൊരു റെക്കോർഡിക്കലായിട്ടുള്ള എവിഡൻസ് ആയിട്ട് നമുക്കിത് ആർക്കെങ്കിലും ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ഇതൊരു ഉപകാരമാവും. അപ്പൊ അത് ചെയ്യാൻ താങ്കളുടെ സമ്മതം വേണം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ചെയ്യാം. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കൊണ്ട് വെച്ചിരിക്കുന്ന ആരെങ്കിലും ഞാൻ കഴിഞ്ഞ ഫേസ്ബുക്കിൽ പേരുന്ന കൃഷ്ണ എത്രയും വേഗം എന്റെ ഒഴുക്ക് വെള്ളത്തിൽ അവസാനിപ്പിക്കാന്ന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കമന്റ്സും വേറെ വിളിച്ച് തന്നിട്ട് എന്റെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. ശരി. അപ്പോൾ ഞാനിത് എന്തായാലും ബൈജു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ താങ്കളുടെ ഒരു വിഷയം സത്യസന്ധമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇത് പൊതുജനങ്ങൾക്ക് അവതരിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണം. എന്തായാലും ഞാൻ ഇത് പരമാവധി ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാൻ എന്തായാലും കോൾ റെക്കോർഡ്സ് ഒക്കെ ഉള്ളതാണ് എനിക്ക്. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഞാൻ പറ്റുകയാണെങ്കിൽ അത് കൊടുക്കാം നമുക്ക്. ശരി താങ്ക് യു. ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെയുള്ള ഒരു സാധനം വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രെയിമൊക്കെ അഴിച്ചു മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഉള്ള സാധനത്തിനെ നിങ്ങൾ പരിപൂർണമായിട്ടും നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ത്യജിക്കുക എന്നുള്ളത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ സാധനം കൊണ്ടുപോയിട്ട് ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കി കളയുക. അങ്ങനെ ഒഴുക്കി കളഞ്ഞാൽ നിങ്ങൾ ഒഴുക്കി കളഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു പോരുമ്പോൾ നിങ്ങൾ ഒരിക്കലും തിരിഞ്ഞു നോക്കാതിരിക്കുക. ഈ സാധനം നമ്മൾ പരിപൂർണമായിട്ട് മാനസികമായിട്ട് ത്യജിച്ചു. നമ്മൾ ഇതിലുള്ള എല്ലാ വിധത്തിലുള്ള ചൈതന്യങ്ങളെ നമുക്ക് ദോഷകരമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും നമ്മൾ ഇന്നത്തോടെ ഉപേക്ഷിക്കുക എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സാധനം കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ ഒഴുക്കിയിട്ട് തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ ഫോർവേഡ് മൂവ്മെന്റ് ആയിട്ട് തിരിച്ചു വരിക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് ഇത്തരം ദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും നല്ലത് വെള്ളത്തിലാണ്. ജലവിസർജനം ചെയ്യാന്നുള്ള രീതിയാണ് ഏറ്റവും നല്ല ഉപേക്ഷിക്കുന്ന മാർഗം. അതായത് നമ്മളിൽ നിന്ന് എന്തെങ്കിലും ദോഷങ്ങൾ ഒഴിവാക്കണമെങ്കിൽ അത് വെള്ളത്തിൽ ഒഴുക്കി കളഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് നമ്മൾ ഈ പാപകർമ്മങ്ങളൊക്കെ നമ്മൾ ജലാശയത്തിൽ മുങ്ങിയിട്ട് പുണ്യനദികളിൽ മുങ്ങിയിട്ടാണല്ലോ. ആ പുണ്യനദികളിൽ മുങ്ങുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഒപ്പം ഒലിച്ചു പോകുന്നു എന്നാണ് സങ്കല്പം. അപ്പം അതുകൊണ്ടാണ് ഈ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള വെള്ളത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നതോടുകൂടിയിട്ട് അതിലുള്ള എല്ലാ എനർജികളും അതിൽ നിന്ന് മുക്തി പ്രാപിക്കും. അപ്പം നമ്മൾക്കത് ശല്യമില്ലാതെ അത് അവസാനിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കർമ്മം ഏറ്റവും എളുപ്പത്തിൽ ആരുടെയൊക്കെ കയ്യിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ വിശ്വാസമായിട്ടുള്ള കൈകളിൽ നിന്നല്ലാതെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ എത്രയും പെട്ടെന്ന് അനുഭവിക്കാൻ പറ്റുന്നുള്ളത് ഈ പറഞ്ഞ വ്യക്തി എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഈ വ്യക്തിയുടെ വോയിസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അജണ്ട പ്രകാരമായിട്ട് ഒരു അന്യമതസ്ഥർക്ക് നേരെയോ അതല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിനോ അതല്ലെങ്കിൽ ജാതി രാഷ്ട്രീയമായിട്ടുള്ള ചിന്തകൾക്ക് വിധേയമായിട്ടോ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ല എന്നുള്ളത് ഈശ്വരനെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയുന്നു. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇത് കേൾക്കുക. ഇത് പറ്റുന്നവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു അഹങ്കാരിയായിട്ട് എന്നെ വിചാരിക്കരുത്. എൻ്റെ സമയ കുറവ് കൊണ്ട് നിങ്ങളിൽ പലരും കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് ഇതിനൊരു മറുപടി കാര്യങ്ങൾ ഒരു വ്യക്തിയുള്ളൂ. ഒരു വ്യക്തിക്ക് 24 മണിക്കൂർ സമയമുള്ളൂ. അതിൽ 2-3 മണിയായിട്ടാണ് ഞാൻ വ്യക്തി കിടന്നുറങ്ങുന്നത്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം എൻ്റെ സമയവും സൗകര്യം അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് മറുപടി തരാം, സാവധാനം പോലെ തരാം. ഒരിക്കലും നിങ്ങളിൽ നിന്ന് ഒന്നും കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾക്ക് ഉള്ളതുപോലെയുള്ള സഹായ സഹകരണങ്ങൾ നിങ്ങൾ ചെയ്താൽ അത് സമൂഹത്തിന് കൂടി ഉപകരിക്കുന്ന രീതിയിൽ ഞാൻ വിനിയോഗിക്കുന്നുള്ളത് നിങ്ങൾക്ക് വാക്ക് തരാം. അത്രമാത്രമേ എനിക്ക് സാധിക്കുള്ളൂ. ഇത്ര രൂപ ഫീ പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു കർമ്മം അല്ല നമ്മുടെ എല്ലാവരുടെയും ഇത്തരം കാര്യങ്ങൾ, ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളായാലും പൂജാതി കാര്യങ്ങളായാലും അതിന് വേണ്ടതായിട്ടുള്ള ചെലവുകൾ വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ഒരു സഹായം നമ്മുടെ മാനസികമായിട്ടുള്ള ബലം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിന് നിങ്ങൾ അതിന് മൂല്യം കൽപ്പിക്കേണ്ടത് നിങ്ങളുടെ അർപ്പണബോധത്തിലാണ്. നിങ്ങൾക്ക് എന്താണ് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഒരാൾക്ക് ശാപമില്ലാതെ തരാൻ സാധിക്കുക, ആ ഒരു തുക നിങ്ങൾ ഒരു ഗുരുനാഥന് സമർപ്പിക്കുന്ന പോലെ നിങ്ങൾ സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിച്ചാൽ അത് പരിപൂർണമായിട്ടും അത് 1 രൂപയാണെങ്കിലും തൃപ്തികരമായിട്ട് ഞാൻ സ്വീകരിച്ച് നിങ്ങൾക്ക് അനുഗ്രഹം തരും. അതാണ് ശരിയായിട്ടുള്ള ജ്യോതിഷ രീതികളും ഭാരതീയ സംസ്കാരവുമായിട്ടുള്ള കാര്യങ്ങൾ.
അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക. ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ പരമാവധി പേരിലേക്ക്, ഇതിൻ്റെ പ്രശസ്തിക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ അല്ല, പരമാവധി പേരിലേക്ക് നിങ്ങളൊരു ഗുണകരമായിട്ടുള്ളൊരു അവസ്ഥ നിങ്ങളുടെ സമൂഹത്തിന് വരുന്ന, നിങ്ങളുടെ സംസ്കാരത്തിൽ ജീവിക്കുന്ന സമൂഹത്തിന് വരുന്ന എല്ലാവിധ കുറവുകളും നിങ്ങളുടെ ഓരോരുത്തരുടെയും കുറവുകളായിട്ട് നിങ്ങൾ കാണുക. അങ്ങനെയാണെങ്കിൽ സമൂഹം രക്ഷപ്പെടുള്ളൂ, അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരം നിലനിൽക്കുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.